അനീതിക്കെതിരെ പ്രതികരിക്കുന്നവരാണോ നിങ്ങൾ? തെറ്റിനെതിരെ വിരൽ ചൂണ്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ശബ്ദത്തിന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതേസമയം നിങ്ങളുടെ ഇത് മൗനമാണെങ്കിൽ അതിനുമുണ്ടാക്കാൻ സാധിക്കും കുറേ പ്രത്യാഘാതങ്ങൾ. ഞങ്ങൾ ക്ഷണിക്കുന്നു, എൻ്റെ ചോര തിളയ്ക്കുന്നു നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അനീതി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, തെറ്റിനെതിരെ വിരൽ ചൂണ്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ പ്രതികരിക്കാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എൻ്റെ ചോര തിളയ്ക്കുന്നു ഇന്ന് പെരുമ്പാവൂരിൽ നിന്നും തത്സമയം. വെൽക്കം. ദേശീയ പൗരത്വ നിയമ ഭേദഗതി CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് പാസ്സാക്കുന്നത് 2019 ഡിസംബറിൽ 4 വർഷക്കാലം കോൾഡ് സ്റ്റോറേജിൽ വെച്ചതിനു ശേഷം ഫ്രീസറിൽ നിന്നും തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ദേശീയ പൗരത്വ നിയമ ഭേദഗതി പുറത്തെടുത്തത് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള പ്രചരണത്തിന് ആക്കം കൂട്ടാൻ വേണ്ടിയാണോ? ഏറ്റവും ഒടുവിൽ നോട്ടിഫിക്കേഷൻ 4 വർഷത്തിന് ശേഷം പുറത്തിറക്കുന്നു. വലിയ വേഗതയിൽ അസാധാരണമാം വിധം അത് നടപ്പിലാക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. സുപ്രീം കോടതിയിലേക്ക് 367 ഹർജികൾ പോയിട്ടും ആ ഹർജികൾ തീർപ്പാക്കും മുമ്പ് തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടം കഴിയുമ്പോഴേക്കും 14 പേർക്ക് പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുത്തുകൊണ്ട് സർട്ടിഫിക്കറ്റ് ചെയ്തുകൊണ്ട് അതൊരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്യുന്നു. ആരോടാണ് പ്രധാനമന്ത്രി വെല്ലുവിളി നടത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എൻ്റെ ചോര തിളയ്ക്കുന്നു പെരുമ്പാവൂരിൽ നിന്നും തത്സമയം ചർച്ച ചെയ്യുന്നു. ദേശീയ പൗരത്വ നിയമ ഭേദഗതി, പ്രധാനമന്ത്രിയുടെ വെല്ലുവിളി ആരോട്? ചർച്ചയിൽ നമുക്കൊപ്പം PM ഷോ CPM പ്രതിനിധി ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസ് പ്രതിനിധി, അല്പസമയത്തിനുള്ളിൽ BJP പ്രതിനിധി അഡ്വക്കേറ്റ് P കൃഷ്ണദാസും നമുക്കൊപ്പം ചർച്ചയിൽ ചേരും. ആദ്യം ഡോക്ടർ ജിൻഡോ ജോൺ. ജിൻഡോ ജോൺ, പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. പ്രധാനമന്ത്രി ഉത്തർപ്രദേശിലെ അസംഗഡിൽ നടത്തിയ റാലിയിൽ പറയുന്നു, പൗരത്വ നിയമ ഭേദഗതി ഞാൻ ഉള്ളിടത്തോളം കാലം നടപ്പാക്കിയിരിക്കും. അതിൽ ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രി പറയുന്നത്. നോക്കൂ, രാജ്യത്തോട് പ്രധാനമന്ത്രി പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുവെന്നാണ് ബംഗാളിലെ മധുവ കമ്മ്യൂണിറ്റിയോട് അവിടുത്തെ പ്രധാനപ്പെട്ട MP ആയിരുന്ന താക്കൂർ പറയുന്നത്. എന്നുവെച്ചാൽ പൗരത്വ നിയമ ഭേദഗതിയുടെ കാര്യത്തിൽ ആരെതിർത്താലും മുന്നോട്ട് പ്രധാനമന്ത്രി ആത്മവിശ്വാസത്തിലാണ്. ജിൻഡോ? അല്ല അരുൺ, ഇതിൽ പ്രധാനമന്ത്രി ഉള്ളിടത്തോളം കാലം, അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ ഉള്ളിടത്തോളം കാലം അത് നടപ്പാക്കുമെന്നാണ് പറയുന്നത്. അത് ഉണ്ടാകുമോ എന്നുള്ളത് ജൂൺ 4-ന് ഇന്ത്യയിലെ പൊതുജനങ്ങൾ വിധി എഴുതാൻ പോകുന്ന കാര്യമാണ്. 2, അവർ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കി എന്ന് പറഞ്ഞാൽ സംഘപരിവാറിനോട് പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ നടപ്പാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ 142 കോടി പൊതുജനങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനവും നടപ്പാക്കിയതിൻ്റെ പേരിലല്ല പ്രധാനമന്ത്രി ഇന്ന് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹം ഈ രാജ്യത്തെ വിലക്കയറ്റത്തെ നിയന്ത്രിച്ചതുകൊണ്ടോ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവ് നിയന്ത്രിച്ചതുകൊണ്ടോ, സാധാരണക്കാർക്ക് തൊഴിൽ നൽകിയതുകൊണ്ടോ, സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് സംജാതമാക്കിയതിൻ്റെ പേരിലോ അല്ല അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അദ്ദേഹം വിദ്വേഷം വിളമ്പുന്നു, വെറുപ്പ് വിളമ്പുന്നു, അദ്ദേഹത്തിൻ്റെ പരമ്പരാഗത ശൈലിയിലുള്ള ഭിന്നിപ്പിച്ച് ഭരിക്കാനുള്ള എല്ലാ അജണ്ടകളും വിളമ്പുന്നു. അതിൻ്റെ ഭാഗമാണ് CAA വീണ്ടും എടുത്തു പ്രയോഗിക്കുന്നത്. CAAയുടെ ചട്ടങ്ങൾ 4 വർഷത്തിന് ശേഷം ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചപ്പോൾ BJP ആഗ്രഹിച്ച പോലെയുള്ള ഒരു രീതിയിൽ ഇന്ത്യയിലെ ആകമാനമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നോ ആ വാലിൽ തൂങ്ങാൻ ആരും തയ്യാറാകാത്തത് കൊണ്ട്, BJPയുടെ ആ സ്ട്രാറ്റജിക്കൽ അജണ്ടയോടൊപ്പം തൂങ്ങാതിരുന്നത് കൊണ്ട് BJP ആഗ്രഹിച്ച രീതിയിൽ അത് വന്നില്ല. അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി എടുത്ത് പ്രയോഗിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അതിനപ്പുറത്ത് ഇതിനെ കാണേണ്ടതില്ല. പിന്നെ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട്, നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ ആരെയാണ് വെല്ലുവിളിക്കുന്നതെന്ന്. നരേന്ദ്രമോദിയും BJPയും അമിത്ഷായും വെല്ലുവിളിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പൗരത്വം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഈ രാജ്യത്തെ ഭരണകർത്താക്കൾ ഈ രാജ്യത്തിൻ്റെ മഹനീയമായിട്ടുള്ള ഭരണഘടനയാണ് വെല്ലുവിളിക്കുന്നത്. ആ വെല്ലുവിളി അതിജീവിക്കാനുള്ള ശേഷി ഇന്ത്യയിലെ പൊതുസമൂഹത്തിനുണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വിശ്വാസം. ക്രിട്ടിക്കലായി ചോദിച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ പൗരത്വ നിയമ ഭേദഗതി എതിർത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിൽക്കാനുള്ള ഒരു സുവർണാവസരമായിരുന്നു കോൺഗ്രസിൻ്റെത്. പക്ഷേ നിങ്ങളുടെ പ്രകടന പത്രികയിൽ പോലും പൗരത്വ നിയമ ഭേദഗതി എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൽ നിങ്ങൾ ഭയന്നു. അപ്പോൾ നിങ്ങളും വോട്ട് ബാങ്കിനെ ഭയക്കുന്നു ജിൻഡോ? അല്ല, അതിനങ്ങനെയല്ല കാണേണ്ടത്. പൗരത്വ ഭേദഗതി നിയമമടക്കമുള്ള ഈ ജനദ്രോഹപരമായിട്ടുള്ള മുഴുവൻ നിയമങ്ങളും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരുന്ന 10 വർഷക്കാലം ഈ രാജ്യത്ത് നടപ്പാക്കിയ ജനവിരുദ്ധ നയങ്ങൾ, നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതുമെന്നാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയുന്നത്. ഞങ്ങൾ പൗരത്വം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാട് പൗരത്വ വിഷയത്തിൽ ഞങ്ങൾ പലവട്ടം ആവർത്തിച്ചിട്ടുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പ്രത്യേകം പറയേണ്ടതില്ല എന്നതാണ്. PM നോക്കൂ, സർക്കാരും DYFIയും ഒക്കെ കക്ഷി ചേർന്നിരിക്കുന്ന ഒരു കേസിൽ സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ സ്റ്റേ ഇല്ല എന്ന ഒറ്റ കാര്യം കൊണ്ട് പ്രധാനമന്ത്രി
കഴിഞ്ഞ തവണ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ പാലിച്ചിരിക്കുന്നു. മധുവ കമ്മ്യൂണിറ്റി കഴിഞ്ഞ തവണ BJP-ക്കെതിരെ ബംഗാളിൽ വലിയ പ്രക്ഷോഭത്തിനിറങ്ങിയത് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നടപ്പാക്കിയില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പോൾ ആ പ്രധാനമന്ത്രി നെഞ്ചുവിരിച്ചു പറയുന്നു, ഇതാ ഞാൻ പറഞ്ഞ കാര്യം നടപ്പിലാക്കുന്നു, 14 പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് പൗരത്വ നിയമ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്റെ വാഗ്ദാനമാണത് പാലിച്ചിരിക്കുമെന്നാണ് വെല്ലുവിളിക്കുന്നത് PM ഷോ. ഇതിനകത്ത് നേരത്തെ ജിൻഡോ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണി രാജ്യത്തെ ജനങ്ങളുടെ മുൻപിലേക്ക് വെച്ച പ്രകടന പത്രികയ്ക്കകത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾക്കകത്തും പൂർണ്ണമായ പരിഹാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയോ ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ഏറ്റവും മികച്ച നിലയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലും നടത്താതെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സംഘപരിവാരം അതിൻ്റെ രൂപീകരണ കാലഘട്ടത്തിൽ അവർ മുന്നോട്ട് വെച്ച രാജ്യത്തെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിലേക്ക് എത്തുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളല്ലാതെ മറ്റൊന്നും കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന NDA ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ അവർ പാലിക്കുന്നു. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞു. രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞു, രാമക്ഷേത്രം നിർമ്മിച്ചു, പ്രാണപ്രതിഷ്ഠ നടത്തി. പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവരുമെന്ന് പറഞ്ഞു, കൊണ്ടുവന്നു. 14 പേർക്ക് സർട്ടിഫിക്കറ്റും കൊടുത്തു. അല്ല, തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവർ രൂപീകരണ കാലഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ച മതരാഷ്ട്രം എന്ന സങ്കല്പത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ, അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ രാജ്യത്തെ ജനാധിപത്യ സമൂഹം ഒരുമിച്ച് ഉയർത്തുന്നത് ഈ കാലയളവിൽ മുഴുവൻ നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വാഭാവികമായും അത് ഈ ഒരു കാലഘട്ടത്തിൽ അവർ ആരംഭിച്ചതല്ല. RSSന്റെ കഴിഞ്ഞ 99 വർഷക്കാലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആ ചരിത്ര കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ നിലയിൽ അത് ഭരണഘടനാ അസംബ്ലിക്കകത്തുണ്ടായിരുന്ന സംഘപരിവാർ അനുകൂലികൾ തൊട്ട് ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും അവർ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് രാജ്യത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിരുന്നു. RSSന്റെ ശ്രമങ്ങളായിരുന്നു പോയ കാലത്തെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം ആ ശ്രമങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ നേരിട്ട് നിന്ന് ഇടപെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭം, വലിയ സമരം രാജ്യത്ത് ഉയർന്നു വരും. അതിനെ ചെറുത്തു തോൽപ്പിക്കും. അതിന്റെ ആദ്യ പടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. നോക്കൂ, ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുമ്പോൾ പോലും ഒരു സ്റ്റേ കൊടുത്തിട്ടില്ല സുപ്രീം കോടതി. നിങ്ങളടക്കം, കേരള സർക്കാർ അടക്കം, മുസ്ലിം ലീഗ് അടക്കം 367 ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുണ്ട്. 14 പേര് ഇതാ പൗരത്വ നിയമ ഭേദഗതിയുടെ പേരിൽ പൗരത്വം കിട്ടി പുറത്തു വന്നിരിക്കുന്നു. അല്ല, സ്വാഭാവികമായും രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു ഇടപെടലാണ് പൗരത്വ നിയമ ഭേദഗതി എന്നുള്ളതിനകത്ത് തർക്കമല്ല. ഏറ്റവും ഒടുവിൽ ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വിധികളുണ്ട്. അങ്ങേയറ്റം ഈ രാജ്യത്തെ ജനാധിപത്യ സമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്ന വിധികളാണ്. ഈ ഘട്ടത്തിലും ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്കകത്തുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. പ്രധാനമന്ത്രി അപ്പോൾ വെല്ലുവിളിക്കുന്നത് ആരെയാണ്? പ്രധാനമന്ത്രി വെല്ലുവിളിക്കുന്നത് ഭരണഘടനയാണ്, ഈ രാജ്യത്തെ നിയമവ്യവസ്ഥയാണ്, ഈ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളെയാണ്. അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, 2019 ഡിസംബർ മാസത്തിൽ പാസാക്കിയ പൗരത്വ നിയമ ഭേദഗതി 4 വർഷക്കാലം ഫ്രീസറിൽ വെക്കുന്നു. ഫ്രീസറിൽ വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ ചേരുവകൾ തീർക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രീസറിൽ നിന്നെടുത്ത് തിളപ്പിക്കുന്നു. തിളപ്പിച്ചു കഴിഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ 4 വർഷത്തിന് ശേഷം പുറത്തു കൊണ്ടുവരുന്നു P. കൃഷ്ണദാസ്. എന്നിട്ട് അസാധാരണമായ വേഗതയിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ 14 പേർക്ക് പൗരത്വ നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നു. ആരോടാണ് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും BJP-യും വെല്ലുവിളി നടത്തുന്നത്? സ്വാഭാവികമായും പാർലമെന്റ് വെല്ലുവിളിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്നലെ അസംഘട്ടിൽ. അല്ല, വെല്ലുവിളിക്കുന്നത് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തെ ആരെങ്കിലും ധിക്കരിച്ചാൽ ആ ധിക്കരിക്കുന്ന ആളുകൾക്ക് അത് മാറ്റിമറിക്കാനുള്ള അവകാശമുണ്ടോ, അതിനുള്ള ധൈര്യമുണ്ടോ എന്നാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത്. ശരിയല്ലേ? അതിലെന്താ തെറ്റുള്ളത്? ഈ രാജ്യത്ത് പാസ്സാക്കിയിട്ടുള്ളൊരു നിയമം, ഭരണഘടനാ ഭേദഗതി, ആ ഭേദഗതി നിയമപരമായിട്ടുള്ള ഭേദഗതി, ആ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള മാറ്റം, ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നതിന് എതിർപ്പുണ്ടോ? എതിർപ്പുണ്ട്. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നതാണ് ഇതാ നിൽക്കുന്ന 2 പ്രധാനപ്പെട്ട ദേശീയ പാർട്ടികളുടെ നേതാക്കൾ പറയുന്നത്. അവരുടെ 2 പേരുടെയും എതിർപ്പിന് പ്രസക്തിയില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തെ ഭരണഘടന 102 തവണയാണ് അതൊക്കെ ഭരണഘടനയ്ക്കുള്ളിലെ ആർട്ടിക്കിൾ 368 ഉപയോഗിച്ചുകൊണ്ടാണ് ഭേദഗതി ചെയ്തത്. ഇത് നോക്കൂ, നമ്മുടെ രാജ്യത്തെ പൗരത്വത്തെ മതത്തിന്റെ പേരിൽ നിശ്ചയിക്കാത്ത സാഹചര്യത്തിൽ ഇത് ആദ്യമായൊരു സർക്കാർ മതത്തെ അതിൽ ചേർത്തു. അല്ല, ഞാൻ പറയട്ടെ, 102 തവണ ഭരണഘടന അമെന്റ്മെന്റ് കൊണ്ടുവന്നതിൽ 86 തവണയും കൊണ്ടുവന്നിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടം. അതെ,
ഇനി അതിൽ BJP യുടെ ഭരണകാലത്ത് ആകെ വാജ്പേയിയുടെ ഭരണകാലത്താണെങ്കിലും ഈ ഗവൺമെന്റിന്റെ കാലത്താണെങ്കിലും ആകെ കൊണ്ടുവന്നത് വെറും 14 എണ്ണം മാത്രമാണ്. സാർ, അതെങ്ങനെയാണ് കോൺഗ്രസിനെതിരെയുള്ള കുറ്റപത്രമാവുക? ഭരണഘടനാ ഭേദഗതി, ഭരണഘടന പറയുന്നത് കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താനുള്ള ഭരണഘടനയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് ഉപയോഗിക്കണം. നമ്മുടെ രാജ്യത്തെ നിയമ സംവിധാനത്തിൽ പാർലമെന്റിന്റെ ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് CAA നിയമം. അത് നമ്മുടെ രാജ്യത്ത് പൗരത്വം കിട്ടാൻ അർഹതയുള്ള ആളുകൾ, അല്ലെങ്കിൽ പൗരത്വം കൊടുക്കാൻ, പൗരത്വം നേടാൻ, അപേക്ഷിച്ച് നേടാൻ അർഹതയുള്ള ആളുകൾക്ക് നേരത്തെയുള്ള പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് കൂടി അതിനുള്ള അവകാശം, നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന ആളുകൾ, അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് വെക്കുന്നു. ആ കട്ട് ഓഫ് ഡേറ്റിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നു. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പൗരത്വം മാനദണ്ഡമാണ് പ്രശ്നം. എന്താണ് ആ മാനദണ്ഡം? ഒരു പ്രശ്നവുമില്ല. എന്താണ് മാനദണ്ഡം സർ? ഈ പ്രശ്നം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഇതിന്റെ അങ്ങ് പറഞ്ഞ പോലെ ഇതിന്റെ ഇംപ്ലിമെന്റേഷന്റെ ആദ്യഘട്ടം എന്ന നിലയ്ക്ക് പാർലമെന്റിൽ ബില്ല് പാസ്സാക്കിയ ഉടനെ തന്നെ രാജ്യം മുഴുവൻ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ പരത്തിക്കൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിനും പ്രതിഷേധത്തിനും തയ്യാറായി. ആ തിരിച്ചറിവുകൾ ആളുകൾക്കുണ്ടായ സമയത്ത് അവർ അതിന്റെ റൂൾസ് കൊണ്ടുപോകുന്നത് അമെൻഡ് ചെയ്തപ്പോൾ ഇത് ആളുകളെ ബാധിക്കുന്നതല്ല, ഈ രാജ്യത്തെ ഒരാളെയും ബാധിക്കുന്നതല്ല. രാജ്യത്ത് ഒരാളെയും ബാധിക്കുന്നതല്ല. ഫ്രീസറിൽ വെച്ചൊരു നിയമം തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കൊണ്ടുവന്നത്. നമ്മുടെ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവന്നാൽ അതിന് റൂൾസ് ഫ്രെയിം ചെയ്യാതെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും. എന്തുകൊണ്ട് 4 വർഷം വൈകി? എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം 4 വർഷമല്ലെന്നേ. നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങളിൽ റൂൾസ് ഫ്രെയിം ചെയ്യാൻ ഇതിനേക്കാൾ വൈകിട്ടുള്ള നിയമങ്ങളുണ്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ. അതൊരു അസാധാരണമായ വൈകലല്ല. അല്ലല്ല, 8-10 വർഷം എടുത്തിട്ടും റൂൾസ് ഫ്രെയിം ചെയ്യാത്ത നിയമങ്ങളുണ്ട്. അപ്പൊ അസാധാരണമല്ല. അവിടെയാണ് ജിന്നോ മറുപടി വേണ്ടത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കൊണ്ടുവന്നതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ല. പക്ഷേ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് താങ്കൾ പറഞ്ഞ മാനദണ്ഡമുണ്ടല്ലോ, ആ മാനദണ്ഡത്തിൽ ആ നിയമത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്ന 6 മതങ്ങളിൽ നിന്ന് ഒരു മതം ഒഴിവായി പോയി. ഒരു മതം മാത്രമല്ലെന്നേ, നിരവധി മതങ്ങൾ ഒഴിവായി. ഏതൊക്കെ ഉദാഹരണം? അല്ലല്ല, ഞാൻ എക്സാമ്പിൾ പറയാമല്ലോ. നമ്മുടെ രാജ്യം മാത്രമല്ല, ലോകത്തിലെ ഏത് രാജ്യത്താണെങ്കിലും, അതിപ്പോ അമേരിക്ക ആണെങ്കിലും ഇംഗ്ലണ്ട് ആണെങ്കിലും മറ്റേത് രാജ്യത്താണെങ്കിലും, ഈവൻ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾ, ഇന്തോനേഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ, നമ്മുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ശ്രീലങ്ക അടക്കമുള്ള രാജ്യങ്ങൾ, അവിടെ ഏത് രാജ്യത്താണെങ്കിലും അവിടുത്തെ പൗരത്വം നേടുന്നതിന് വേണ്ടി ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ, നമ്മുടെ രാജ്യത്ത് എത്ര ആളുകൾക്ക് ഗൾഫിൽ പൗരത്വമുണ്ട്? ഇല്ലാത്തവരുണ്ട്. അപ്പൊ പൗരത്വം നേടാനുള്ള മാനദണ്ഡം നിശ്ചയിക്കുന്നത് മറ്റ് രാജ്യങ്ങളോ മറ്റ് സംവിധാനങ്ങളോ അല്ല, ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിൽ പാർലമെന്റിൽ പാസ്സാക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പാർലമെന്റിൽ ആ നിയമം കൊണ്ടുവന്നപ്പോൾ അത് പാസ്സാക്കപ്പെട്ടിരിക്കാൻ പാർലമെന്റിൽ ഈ രാജ്യത്തെ മുഴുവൻ BJPക്ക് ഭൂരിപക്ഷം കൊണ്ടുവന്ന് നടക്കില്ല സാർ. പക്ഷേ പി കൃഷ്ണദാസ്, എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്. 6 മതങ്ങളെ കുറിച്ച് പൗരത്വ നിയമ ഭേദഗതിയുടെ ആദ്യ ഖണ്ഡികയിൽ പറയുന്നു. അതിൽ നിന്ന് മുസ്ലിം വിഭാഗം എന്തുകൊണ്ട് അപ്രത്യക്ഷമായി? അരുൺ, തെറ്റിദ്ധാരണ പരത്തിയിട്ട് ഒരു കാര്യമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അരുൺ പറഞ്ഞതുപോലെയുള്ള കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ട കേസുകൾ 237 അങ്ങനെ 237 ഹർജികളും കോടതി പരിഗണിച്ച സമയത്ത് അതിൽ ഭരണഘടനാ വിരുദ്ധമായി ഏതെങ്കിലും ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ കോടതി അത് സ്റ്റേ ചെയ്യും. അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ ഒരു അങ്ങനെ ഇല്ലെന്ന് മുസ്ലിം വിഭാഗത്തെ അതിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെയല്ലെന്ന്, അങ്ങനെ ഒഴിവാക്കിയെന്ന് തെറ്റിദ്ധാരണജനകമായി പറയേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ, പാകിസ്ഥാനിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ, മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകൾ, ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം EK നായനാർ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ കൃത്യമായി, അദ്ദേഹം എന്റെ ഓർമ്മയനുസരിച്ച് ദേശാഭിമാനിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, കൃത്യമായി മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പൗരത്വം ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വിവക്ഷ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ഇനി അത് മാത്രമല്ല, EMS ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ഇനി CPM-ന്റെ പോളിറ്റ് ബ്യൂറോ തന്നെ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയും എതിരല്ലോ. പക്ഷേ അതിൽ മതം ചേർക്കുന്നത് എന്തിനാണ്? മതമില്ലെന്ന് ഇതിലെവിടെ നിയമത്തിൽ മതമില്ലേ സാർ? അങ്ങനെയല്ലെന്ന്, നിയമത്തിൽ മതമല്ല. ഇല്ലേ? നിയമത്തിൽ മതമുണ്ടോ? ഇല്ലേ? അങ്ങനെ നിയമത്തിൽ മതമില്ല. അങ്ങനെയല്ല, നിയമത്തിന്റെ ആദ്യ ഖണ്ഡികയിൽ മതമില്ലേ? 6 മതങ്ങളുടെ പേര് പറയുന്നില്ലേ? ശരി, നിങ്ങളൊരു ജനന സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നു. ആ ജനന സർട്ടിഫിക്കറ്റിൽ നിങ്ങൾക്ക് 2 കോളം ഉണ്ടോ പ്രധാനമായിട്ടും? 1 ഇന്ത്യൻ പൗരനാണോ എന്നുള്ളത്, 2 നിങ്ങളുടെ റിലീജിയൻ ഏതാണ് എന്നുള്ളത്, 3 നിങ്ങളുടെ കാസ്റ്റ് ഏതാണ് എന്നുള്ളത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. നോക്കൂ, അങ്ങ് എന്താണ് പറയുന്നത്? പൗരനാവാൻ വേണ്ടി നിങ്ങൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് പരിഗണിക്കുന്നത് നടാടെയല്ലേ? ചരിത്രത്തിൽ ആദ്യമല്ലേ? അങ്ങനെയല്ല. ഇതല്ലാതെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള വിവക്ഷ എന്താണ്? നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ, 3 രാജ്യങ്ങൾ
3 രാജ്യങ്ങൾ മാത്രമല്ല 6 രാജ്യങ്ങൾ. ആ. ആ വന്നിട്ടുള്ള രാജ്യങ്ങളിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആളുകൾക്ക് അവർ എങ്ങനെയാണ് ഈ രാജ്യത്തേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ മാനദണ്ഡം, ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മറ്റു മാനദണ്ഡങ്ങൾ കൂടി നിശ്ചയിക്കുന്നു. ആ മാനദണ്ഡങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് പരിശോധിച്ചുകൊണ്ട് ഇപ്പോ സർക്കാർ അപേക്ഷ ക്ഷണിച്ച സമയത്ത് ആദ്യം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം പറഞ്ഞ എന്താണ്, കേരളം ഇത് നടപ്പാക്കില്ല. ഇതൊക്കെ എന്ത് വിഡിത്തരങ്ങളാണ് ജനങ്ങളോട് പറയുന്നത്? അല്ല, അത് കേരളത്തിൽ സുപ്രീം കോടതി പോകാനുള്ള അവകാശമുണ്ട്. ജിൻഡോ പ്രതികരണം ഞാൻ ഓഡിയൻസിലേക്ക് വരാം. അതിനു മുമ്പ് അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് പറയുന്നത് ഇതിൽ അസാധാരണമായി വൈകലില്ല, തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നിയമനിർമ്മാണമല്ല, ഈ നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമല്ല, അതുകൊണ്ടാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്തത്. സുപ്രീം കോടതി സ്റ്റേ ചെയ്യാത്തിടത്തോളം കാലം നടപ്പിലാക്കാൻ സർക്കാരിന് സാധിക്കും. അതിൽ എന്തിനാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത്? അല്ല അരുണേ, അതിലൊരു പ്രശ്നം എന്താ അറിയോ, 2019 ഡിസംബർ 11, 12, 13 തീയതികളിലായിട്ട് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കുന്നു, രാഷ്ട്രപതി ഒപ്പിട്ട ഒരു നിയമം. പിന്നെ എന്തുകൊണ്ടാണ് 4.5 വർഷക്കാലം ഇവർ സൂക്ഷിച്ചു വെച്ചത്? കാരണം അതിശക്തമായിട്ടുള്ള അതിരൂക്ഷമായിട്ടുള്ള പോരാട്ടങ്ങളും സമരങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഇവർക്കറിയാം. തെരഞ്ഞെടുപ്പ് സമയത്ത് അത് കൃത്യമായിട്ട് എടുത്ത് ഉപയോഗിക്കുന്നത് പൂർത്തിയാകാത്ത ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടും ജനങ്ങളുടെ ഇടയിൽ കാര്യമായിട്ട് ഒരു പണി നടക്കുന്നില്ലെന്ന് കണ്ടപ്പോഴാണ് ഇതെടുത്ത് പ്രയോഗിക്കാൻ നോക്കിയത്. ഇത് നടക്കുന്നില്ലെന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മോദി വീണ്ടും എടുത്ത് പ്രസംഗിക്കുന്നത്. ഞാൻ കൃഷ്ണദാസ് ഒരു കാര്യം ചോദിക്കുന്നു, നമ്മുടെ അയൽ രാജ്യങ്ങൾ എത്രയാണെന്ന് BJP നേതാക്കന്മാർക്ക് അറിയാമോ? ശ്രീലങ്ക നമ്മുടെ അയൽ രാജ്യമാണോ? അവിടെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും അധിക്ഷേപങ്ങളും നേരിടുന്ന ശ്രീലങ്കൻ തമിഴിയൻസിന് നമ്മൾ ഈ നിയമത്തിൽ പരിരക്ഷ കൊടുക്കുന്നുണ്ടോ? മ്യാൻമാർ, അവിടുത്തെ റോഹിംഗ്യൻ മുസ്ലിംസിനെ നിങ്ങൾ എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത്? അവിടെ വലിയ രീതിയിലുള്ള അട്രോസിറ്റീസ് നേരിടുന്ന പാകിസ്ഥാനിലെ അഹമ്മദിയർ, പാകിസ്ഥാനിൽ. ഇനി ഇവർ അയൽ രാജ്യങ്ങളുടെ കണക്ക് പറയുന്നുണ്ടല്ലോ, 1893 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന അഫ്ഗാനിസ്ഥാൻ ഇവർ പരിഗണിക്കുന്നുണ്ട്. പക്ഷെ 1937 വരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന മ്യാൻമാറിനെ പരിഗണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് കൃത്യമായിട്ട് മുസ്ലിം മതവിശ്വാസത്തിൽപ്പെട്ട ആളുകളെ ഒഴിവാക്കി നിർത്തണം. നിങ്ങൾ ഈ പൗരത്വം കൊടുത്ത 14 പേർക്ക് പൗരത്വം കൊടുത്തെന്ന് പറയുന്നു. നിലവിൽ എത്ര ആളുകളാണ് ഇതിനു വേണ്ടി അപേക്ഷിക്കാൻ വന്നിട്ടുള്ളത്? എത്ര ആളുകളാണ് ഇവിടെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ റെഫ്യൂജീസ് ആയിട്ട് വന്നിട്ടുള്ളത്? അവരുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥകൾ എന്താണ്? രാജ്യത്തെ നിലവിൽ നിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക അവസ്ഥ എന്താണ് എന്നൊക്കെ നിങ്ങൾ പഠനം നടത്തി. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഞാൻ രാഷ്ട്രീയത്തിലേക്ക് വരാം. അതിനു മുമ്പ് നേരത്തെ ജിൻഡോ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങൾ അയൽ രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ മാത്രം എടുത്തത് എന്തുകൊണ്ടായിരിക്കും? അരുൺ, നമ്മുടെ രാജ്യത്തൊരു നിയമം നടപ്പാക്കുമ്പോൾ ആ നിയമം നടപ്പാക്കുന്നതിന് അന്നത്തെ സാഹചര്യമോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ലഭിച്ചിട്ടുള്ള പരാതികളോ അപേക്ഷകളോ എല്ലാം പരിഗണിച്ചുകൊണ്ടാണല്ലോ നമ്മുടെ രാജ്യത്തൊരു മാറ്റം വേണം, ഒരു നിയമത്തിലൊരു മാറ്റം വേണം എന്ന് ചർച്ച സ്വാഭാവികമായി സമൂഹത്തിലുണ്ടാകുന്ന ചർച്ചയുടെ ഭാഗമാണ്. അങ്ങനെ സമൂഹത്തിലുണ്ടായിട്ടുള്ള ചർച്ചയുടെ എല്ലാം ഉപോത്ബലകമായിട്ടാണ് ഈ അമെന്റ്മെന്റ്സ് വരുന്നത്. ഈ പറയുന്ന ഭൂരിപക്ഷ രാജ്യങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ മാത്രം? ഞാനൊന്ന് പറയട്ടെ, ഈ ജിൻഡോനെ പോലെയുള്ള ആളുകൾ ചോദിക്കുന്നത്, കഴിഞ്ഞ ഈ നിയമത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഉണ്ടായ സമയത്ത് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രംഗത്തിറക്കാൻ വേണ്ടി ശ്രമിച്ച അതേ കാര്യം തന്നെയാണ്. ഒറ്റയടിക്ക് ഇന്ത്യയിലെ ഒരു മുസ്ലിമിനും ഇനി ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയില്ല. അല്ലല്ല, അതിലേക്കൊന്നും ബന്ധമില്ല. അത് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ് വരട്ടെ, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ എനിക്കറിയേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യങ്ങൾ മാത്രം തിരഞ്ഞെടുത്തത്? അവിടെയുള്ള മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഇതര വിഭാഗമാണ്, അതിനാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ഞങ്ങൾ മാത്രമല്ലെന്ന്, ഇത് പഠിക്കാൻ വേണ്ടി, ഇത് ഈ നിയമത്തെ വിവക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്ന അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള സമിതികളുടെ ശുപാർശകളുടെ എല്ലാം അടിസ്ഥാനത്തിലല്ലേ ഈ തരത്തിലുള്ള എന്താണ് ഇതിന് കാരണം? പറയൂ. അങ്ങോട്ട് ചോദിക്കുന്നു, ഇന്ത്യയിലെ മുഴുവൻ അയൽ രാജ്യങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി വരുന്ന പൗരന്മാർക്ക് നമ്മൾ പൗരത്വം കൊടുക്കും എന്ന് പറയുന്നതിന് പകരം എന്തുകൊണ്ട് നിങ്ങൾ അഫ്ഗാനിസ്ഥാൻ തിരഞ്ഞെടുത്തു? അങ്ങനെ കഴിയുമോ എന്നുള്ളതാണ് എന്റെ തിരിച്ചുള്ള ചോദ്യം. കഴിയില്ലെന്ന് എനിക്കറിയാം, അങ്ങേക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാൻ എടുത്തത് എന്തിനാണ്? ശ്രീലങ്ക ഒഴിവാക്കി അഫ്ഗാനിസ്ഥാൻ എടുത്തത്? ഞാനൊരു സിമ്പിൾ കാര്യം പറയാം. കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ, കേരളത്തിലേക്ക് കർണാടകത്തിൽ നിന്ന് വരുന്ന ആളുകൾ, ഈ ആളുകൾക്ക് ഇവിടെ നിയമപരമായി ജോലി കിട്ടുന്നതിന്, സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്ന സമയത്ത് അവർ പാലിക്കേണ്ട നടപടികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒന്നും വേണ്ട, ഏറ്റവും മിനിമം മനസ്സിലാക്കിയാൽ നമ്മുടെ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർ അഡ്മിഷന്റെ മാനദണ്ഡം എന്താണ്? അതാത് സംസ്ഥാനങ്ങളിൽ അപേക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമേ അതാത് സംസ്ഥാനങ്ങളിൽ ചെയ്യാൻ കഴിയൂ. ഓരോ മാനദണ്ഡങ്ങളാണെന്ന്, ഇതെല്ലാം മാനദണ്ഡങ്ങളാണ്, ഓരോരോ നടപടിക്രമങ്ങൾക്കുള്ള മാനദണ്ഡങ്ങളാണ്. മാറ്റാൻ കഴിയില്ലെന്ന്. അല്ല, എല്ലാത്തിനും മാനദണ്ഡമുണ്ട്.
ആണ്. റിസർവേഷൻ മാനദണ്ഡമുണ്ട്, എല്ലാത്തിനും ഞാൻ മാനദണ്ഡമുണ്ട്. അങ്ങേ പോക്കറ്റ് അടിക്കുന്നു. ഇല്ല, ഇല്ല. ഞാൻ അങ്ങേ പോക്കറ്റ് അടിക്കുന്നു. അതിനൊരു മാനദണ്ഡം നാട്ടിൽ നടക്കൂ. മാനദണ്ഡത്തിന് സാർ. അല്ലല്ല, മാനദണ്ഡത്തിന്റെ എന്തിനും മാനദണ്ഡമുണ്ട്, മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നടപടികൾ നടക്കൂ. അവിടെ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതിനകത്ത് തർക്കല്ല, വെറുതെ സമയം കളയുന്നതായിരിക്കും. അന്ന് നമ്മൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ് വന്നതിനിടയിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ രണ്ടുപേരുടെ അഭിപ്രായത്തെ ആര് മാനിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്. നമ്മുടെ ഇന്ത്യ രൂപീകരിക്കപ്പെട്ട ഘട്ടത്തിൽ ഭരണഘടനാ അസംബ്ലിക്കകത്ത് നടന്ന പ്രധാനപ്പെട്ട ചർച്ചകളിൽ ഒന്ന് അവസാനിക്കുന്ന ഏറ്റവും ഇൻക്ലൂസീവായ ഇന്ത്യയെ രൂപപ്പെടുത്തിക്കൊണ്ടാണ്. ഈ രാജ്യത്തെ അവസാനത്തെ മനുഷ്യന്റെയും അഭിപ്രായത്തെ പരിഗണിക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഇന്ത്യയായിരുന്നു സൃഷ്ടിക്കപ്പെട്ടത്. അവിടെ നിന്നും പുറന്തള്ളുന്ന ഇന്ത്യയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംഘപരിവാർ പദ്ധതിയുടെ തുടർച്ചയിലാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ആ നിലയ്ക്കുള്ള ഒരു പദപ്രയോഗം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇവർ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്നില്ല, വൈവിധ്യങ്ങളെ പുറന്തള്ളുകയാണെന്നുള്ളതിനകത്ത് തർക്കമല്ല. രണ്ട്, ഇതിനു മുൻപ് നടന്ന ഭരണഘടനാ ഭേദഗതികൾ, നിയമ ഭേദഗതികളൊക്കെ അദ്ദേഹം പറയുകയാണ്. ഇതിനു മുൻപ് നിരവധി നിയമ ഭേദഗതികളുണ്ട്. ഈ രാജ്യത്ത് പുതുതായി നിയമം നിർമ്മിക്കപ്പെടാം, നിലനിൽക്കുന്ന നിയമത്തിൽ ഭേദഗതി ഉണ്ടാവാം. എന്നാൽ അവയെല്ലാം ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഈ അവസാനത്തെ 2019 പൗരത്വ നിയമ ഭേദഗതി വന്നിട്ടുള്ളത്. ആ ഭേദഗതി മതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം തീരുമാനിക്കുന്നത്. നമുക്കറിയാം, ഈ 21ാം നൂറ്റാണ്ടിൽ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് അഭയാർത്ഥി പ്രവാഹം. പല രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി വരുന്ന ആളുകൾക്ക് നമ്മുടെ രാജ്യം പൗരത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ വളരെ പോസിറ്റീവായി മനുഷ്യത്വപരമായി അതിനെ അംഗീകരിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. എന്നാൽ ഇവർ തീരുമാനിക്കുക 3 രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികൾ. എന്താണ് 3 രാജ്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിന് വേണ്ടി ഈ 4-5 വർഷത്തിനിടെ അവർ തയ്യാറായിട്ടില്ല. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ അയൽ രാജ്യമാണോ? ഇന്ത്യയുമായി അഫ്ഗാനിസ്ഥാൻ എവിടെ അതിർത്തി പങ്കിടുന്നത്? മറ്റു രാജ്യങ്ങളെ പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. 1. 2, 6 മതവിഭാഗങ്ങളെ നിശ്ചയിക്കുക. നേരത്തെ പറഞ്ഞു സർക്കാർ ഫോമിനകത്ത് കോളം ഉണ്ടാവില്ല എന്ന്. ആ കോളം ഉണ്ടാകുമ്പോൾ അവിടെ ഇസ്ലാം എന്ന് എഴുതാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞു വെക്കുന്നതാണ് ഇവരുടെ ഉത്തരമുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ എടുക്കുന്ന മാനദണ്ഡം അത് ഞങ്ങൾ എടുത്ത മാനദണ്ഡമായതുകൊണ്ട് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ അതിവിടെ നടപ്പാവില്ല. ജനങ്ങൾ ചോദ്യം ചെയ്യും. അത് അനീതിയാണെന്ന് കണ്ടെത്തിയാൽ ചോര തിളക്കുകയും ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചോര ചിന്തിയവരും തടവിൽ കിടന്നവരും മർദ്ദനം അനുഭവിച്ചവരുമായ മനുഷ്യരിൽ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും പാഴ്സനും ജൈനനും എല്ലാവരും ഉണ്ടായിരിക്കെ അഭയാർത്ഥികളുടെ കണക്കെടുക്കുമ്പോൾ അതിൽ പൗരത്വം കൊടുക്കുന്നവരിൽ നിന്ന് മുസ്ലിം വിഭാഗത്തെ മാത്രം ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഒരു വെല്ലുവിളിയായി രാജ്യത്തെ പ്രധാനമന്ത്രി അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് ചോര തിളയ്ക്കും. ചോദ്യം ഇതാണ്, ആരോടാണ് പ്രധാനമന്ത്രി വെല്ലുവിളി നടത്തുന്നത്? സർ, എന്താണ് ഈ നിയമത്തെ അനുകൂലിക്കുന്നുണ്ടോ താങ്കൾ? ഈ നിയമത്തെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. അതിന് കാരണമുണ്ട്. എന്താണ് കാരണം ഇവിടെ 2 പേര് പറഞ്ഞത് ഈ നിയമം ഒരു നല്ലൊരു രീതിയിലുള്ള പരിപാടിയല്ല. BJP യുടെ വക്താവ് പറഞ്ഞത് ഇത് രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പിനുള്ള ഒരു സംഗതിയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം BJP ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഞാനിവിടെ പെരുമ്പാവൂർ നിൽക്കുമ്പോൾ ഇവിടെ അനുഭവിക്കുന്ന ഓരോ ജനങ്ങളുണ്ട്. ഇവിടെ പല വിലക്കയറ്റത്തിൽ കൊണ്ടായാലും എന്തുകൊണ്ടായാലും കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ ഒരു കൊച്ചു പാമ്പ് കടിയേറ്റ് മരിച്ചിട്ട് ബേട്ടി ബച്ചാവോ എന്നും പറഞ്ഞുകൊണ്ട് നിലവിളിച്ച ഒരു വ്യക്തിയെ ഞാൻ ട്യൂബിൽ കാണുകയുണ്ടായി. അത് എന്തുകൊണ്ടാണ്? ഈ BJP നടക്കുന്ന സർക്കാർ നടത്തുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇതല്ല, മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ്. അതെ, അന്ന് തന്നെയല്ല, ഇത് കഴിഞ്ഞ 5 വർഷമായിട്ട് 4.5 വർഷമായിട്ട് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഒരു സംഭവം ഈ ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷന്റെ സമയത്ത് തെരഞ്ഞെടുത്തത് വളരെ നീതി വേണ്ടിയുള്ള ശ്രമമാണ്. വളരെ ശക്തമായ അഭിപ്രായം പറഞ്ഞോളൂ. അനുകൂലിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? ഇത് പ്രതികൂലിക്കുകയാണ് ഈ നിയമത്തെ. എന്തുകൊണ്ടാണെന്ന് ഇവിടെ BJP പ്രതിനിധി സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയുന്നുണ്ടായി. ഇത് പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. ആ നിയമം പാർലമെന്റ് പാസ്സായി കഴിഞ്ഞാൽ ആര് എതിർത്താലും, ഇന്ത്യയിലെ ഏത് വിഭാഗം അതിനെ എതിർത്താലും അതൊന്നും ഇവിടെ രാജ്യത്ത് വില പോവുകയില്ല എന്നുള്ള ഏകാധിപത്യ സ്വരത്തോടുകൂടി അത് പറയുകയുണ്ടായി. പാർലമെന്റിൽ ഒരു കക്ഷിക്ക് ജനാധിപത്യപരമായി ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളത് ഈ രാജ്യത്ത് ഏത് വിഭാഗം ജനങ്ങളെയും അടിച്ചമർത്തി ഒരു നിയമം കൊണ്ടുവന്ന് ഭരിക്കുക എന്നുള്ളതല്ല. അത് ഈ രാജ്യത്തെ എതിർപ്പുകളെയും എതിർസ്വരങ്ങളെയും മാനിച്ചുകൊണ്ട് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഭരണഘടനാപരമായി അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ വിരുദ്ധമായി ഒരു നിയമം ഇവിടെ പാർലമെന്റിന് പാസ്സാക്കാൻ കഴിയില്ല. ഇനി ഇതിൻ്റെ ചോദ്യത്തിലേക്ക് വന്നാൽ ഈ രാജ്യത്തെ അഭയാർത്ഥികളോട് മനുഷ്യത്വപരമായിട്ടാണോ മതപരമായിട്ടാണോ ഇവര് ഈ നിയമം കൊണ്ടുവന്ന് വളരെ കൃത്യമാണ് താങ്കൾ ചോദിച്ച ഉപചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് അഭയാർത്ഥികളുടെ കാര്യത്തിൽ രാജ്യത്തെ സർക്കാർ
സർക്കാരിനുള്ളത്. പി കൃഷ്ണദാസ്, അത് മനുഷ്യത്വപരമായ നിലപാടാണോ മതപരമായ നിലപാടാണോ? സ്ട്രെയിറ്റ് ചോദ്യമാണ് ഒരു സാധാരണക്കാരന്റെ. അല്ല, അത് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമമാണല്ലേ. അത് മതപരമാണോ മനുഷ്യത്വപരമാണോ? അതിന് മനുഷ്യത്വപരമല്ലാത്ത എന്തെങ്കിലും ഉണ്ടാവോ? അതുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിൽ മനുഷ്യത്വപരമല്ലാത്ത എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പൗരത്വ നിയമത്തിലുണ്ട് എന്നാണ്. ഉണ്ടോ എന്നാണ് ചോദ്യം. പൗരത്വ നിയമത്തിലില്ല. അതിന്റെ പ്രധാന കാരണം മനുഷ്യത്വപരമായി രാജ്യത്തിലേക്ക് മതപരമായി വിവേചനം നേരിടുന്ന ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിവേചനത്തോടു കൂടി രാജ്യത്തിലേക്ക് അഭയാർത്ഥികളായി വരുന്ന ആളുകൾക്കിടയിൽ ഇസ്ലാം മതത്തിലുള്ളവർക്ക് മാത്രം ഇവിടെ പൗരത്വം നൽകുകയില്ല. അവർക്ക് മാത്രം മനുഷ്യത്വപരമായി സർക്കാരിന്റെ സമീപനം, ഇസ്ലാം മതവിശ്വാസികളോട് മനുഷ്യത്വപരമായ സമീപനം സർക്കാരിനില്ല. മറ്റാരും അദ്ദേഹം ചോദിച്ച ചോദ്യം കുറച്ചുകൂടി ലളിതമായി ഞാൻ ഇങ്ങനെ പറയാം. പാകിസ്ഥാനിൽ നിന്നുള്ള മുഹമ്മദ് എന്ന പേരുള്ള ഒരു അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ടയാളും ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒരു ഹിന്ദുവായ ഒരു മനോഹരൻ എന്നുള്ള പേരുള്ളയാളും 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലേക്ക് കുടിയേറുകയും പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കുകയും ചെയ്താൽ ആർക്കാണ് പൗരത്വ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുക? നിങ്ങൾ ആ വിഷയം ഞാനോ അരുണോ ഈ ചോദ്യം ചോദിച്ച ആളോ ബാധിക്കുന്ന വിഷയമല്ല. മനോഹരന്റെ വിഷയവും മുഹമ്മദിന്റെ വിഷയവും എന്റെ വിഷയമാണ്, ആർഷോയുടെ വിഷയമാണ്, ജിൻജോയുടെ വിഷയമാണ്, ഇന്ത്യയുടെ വിഷയമാണ്, ബിജെപിക്ക് വിഷയമല്ലായിരിക്കും. കാര്യം മനോഹരനുണ്ട്, മുഹമ്മദിനില്ല. അരുണിനും വിഷയമല്ല. എനിക്ക് വിഷയമാണ് സാർ, എനിക്ക് വിഷയമാണ് സാർ, ആർഷോയ്ക്ക് വിഷയമാണ് സാർ. അതാണ് മനുഷ്യർക്ക് വിഷയം. അതാണ് ഈ വിഷയമാണ്. രാജ്യത്ത് ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളെയും അടിസ്ഥാനപരമായ വിഷയം തന്നെയാണ്. ഈ രാജ്യത്ത് മതപരമായി നിങ്ങൾ ഒരാൾക്ക് പൗരത്വം കൊടുക്കാൻ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്ന 6 മതങ്ങൾക്ക് ഇല്ലാത്ത എന്ത് കുറവാണ് രാജ്യത്തെ ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇല്ലാതെ? സുഹൃത്തെ, നിങ്ങൾക്കറിയാത്തതുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ ആദ്യമേ തന്നെ ഇല്ലാതെയാക്കിയത് ഈ കോൺഗ്രസ്സുകാരാ. 1975 മുസ്ലിങ്ങൾ ബിജെപിയുടെ മനുഷ്യത്വത്തിന്റെ നിർവചനത്തിൽ മുസ്ലിം വിഭാഗം പെടില്ലേ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ 50% മുസ്ലിങ്ങളുള്ള മണ്ഡലത്തിൽ MLA മതത്തിനാണോ പൗരത്വം, മനുഷ്യനാണോ പൗരത്വം? അതാണ് മറ്റൊരു സാധാരണക്കാരൻ. ഈ രാജ്യത്തിന്റെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൗരത്വം. അല്ലാതെ മനുഷ്യത്വ വിരുദ്ധമാണ്. ഈ രാജ്യത്തെ പാർലമെന്റ് പാസ്സാക്കിയ കർഷക നിയമം നിങ്ങൾ പിൻവലിച്ചില്ലേ? അങ്ങനെ വരില്ല. ഈ രാജ്യത്തെ പൗരനാളി മാത്രമേ വരുള്ളൂ, അല്ലാത്തവന് വരില്ല. തർക്കിച്ചിട്ട് കാര്യമില്ല. പെരുമ്പാവൂരിലെ സുഹൃത്ത് പറഞ്ഞല്ലോ, ഞാൻ ആ ചോദ്യം ആവർത്തിക്കുന്നു. അങ്ങനെ തെറ്റുപറ്റിയതാണെങ്കിൽ പിൻവലിക്കാം. ധാരാളം പ്രേക്ഷകർ കാണുന്നുണ്ട് യൂട്യൂബിലൂടെയും നേരിട്ട് TV ചാനലിലൂടെയും. എന്റെ ചോദ്യം ഇതായിരുന്നു, ഞാൻ സ്പെസിഫൈ ചെയ്ത് ചോദിക്കാം. പാകിസ്ഥാനിൽ നിന്നുള്ള മുഹമ്മദനായ ഒരു അഹമ്മദീയനായിട്ടുള്ള മുഹമ്മദും ഒരു ഹിന്ദുവായുള്ള മനോഹരനും ഇതേ പൗരത്വ നിയമത്തിന്റെ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ 2014 മുമ്പ് ഇന്ത്യയിലെത്തിയതിനെ തുടർന്ന് അപേക്ഷിച്ചാൽ നിങ്ങൾ ആർക്ക് പൗരത്വം കൊടുക്കും സാർ? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള പൗരത്വ നിയമം അനുസരിച്ച് അത് ഏതാണോ വിവക്ഷിക്കുന്നത് അതനുസരിച്ച് മാത്രമേ ഏത് സ്ഥലത്തും 11 വർഷം മുഹമ്മദനായ നോക്കൂ സാർ, 11 വർഷം അവിടെ മുഹമ്മദിനോട് കാത്തിരിക്കാൻ പറയും. മനോഹരൻ 5 വർഷത്തിന്റെ ഇളവ് നൽകി പൗരത്വം കൊടുക്കും. അത് നീതിയുക്തമാണോ? രാജ്യത്തെ നിയമവ്യവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ ആ വെല്ലുവിളി, ബിജെപിയുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുന്നു. അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് അങ്ങനെ അഭിഭാഷകൻ കൂടിയല്ലേ? എന്റെ ചോദ്യം സ്ട്രെയിറ്റ് അല്ലേ? 2014 ഡിസംബർ 31 മുമ്പ് എത്തിയ 2 പേരിൽ ഒരാൾ മുസ്ലിമും ഒരാൾ ഹിന്ദുവുമായിരിക്കെ പാകിസ്ഥാനിലെ അഹമ്മദീയ വിഭാഗം പെർസിക്യൂട്ടഡ് മൈനോറിറ്റി ആണെന്നിരിക്കെ അയാൾക്ക് 11 വർഷം പൗരത്വം എടുക്കാൻ വേണം
എന്നാൽ ഒരു ഹിന്ദുവായ പ്രോസിക്യൂട്ടഡ് മൈനോറിറ്റി എന്ന നിലയിൽ മനോഹറിന് വേണ്ടുന്നത് കേവലം 5 വർഷവും നീതിയുക്തമാണോ അല്ലയോ? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ. എന്റെ സ്ട്രേറ്റ് ആൻസർ അത് തന്നെയാണ് ഞാൻ ആവർത്തിച്ചത്. പറയൂ. ഈ രാജ്യത്തെ നിയമപരമായിട്ട് നിലനിൽക്കുന്ന പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് മാത്രമേ നടക്കുള്ളൂ. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ശരിയാണോ എന്നതാണ് ചോദ്യം. അതിനെന്താ ശരികേട്? സർ, ഞാൻ പറയാം. അടിയന്തരാവസ്ഥ ശരിയാണോ സർ? അടിയന്തരാവസ്ഥ ശരിയാണോ സർ? അടിയന്തരാവസ്ഥ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് കൊണ്ടുവന്നതാണ്. ശരിയാണോ സർ? തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റാവുന്നു? എന്തുകൊണ്ട് തെറ്റാവുന്നു? ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് നോക്കൂ, അതേ വിഷയമാണ് പൗരത്വത്തിന്റെ കാര്യത്തിൽ. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് പൗരത്വ നിയമത്തെ സംബന്ധിച്ച് പാർലമെന്റ് പാസാക്കിയ നിയമത്തെ ഒരു മില്ലിമീറ്റർ പോലും സ്റ്റേ ചെയ്യാൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തയ്യാറായില്ല. എന്താ കാരണം? അത് ഭരണഘടനാപരമാണ്. എന്തുകൊണ്ടെന്നത് ഈ രാജ്യത്തെ ഭിന്നിക്കുകയാണ് ഇവര്. ഭിന്നിപ്പിക്കുന്നു. അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. പൗരത്വ നിയമ ഭേദഗതി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. നോക്കൂ, ഇവിടെ ഇരിക്കുന്നവർ ഇനി നോക്കൂ, BJP-യുടെ ഭാഗത്തു നിന്നുള്ളവർക്ക് പോലും ഇതിൽ ആശങ്കയുണ്ട്. ഇതൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു രാഷ്ട്രീയ തന്ത്രമായി നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിമർശ. നമ്മുടെ രാജ്യത്ത് നേരത്തെ ആർഷോ സൂചിപ്പിച്ചത് എതിർ ശബ്ദങ്ങളെ എല്ലാം ഇല്ലാതെയാക്കുന്നു. പാർലമെന്റിനകത്ത് CPM-ന് തൽക്കാലത്തേക്ക് MP-മാരെ കൊടുക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. അതിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിരുന്ന MP-മാർ അവരെവിടെ പോയി? എങ്ങനെ നഷ്ടപ്പെട്ടു? നിങ്ങൾ ED ഇതുകൊണ്ട് അവർ വന്നു, വാഷിംഗ് മെഷീനിൽ ഇട്ടു, അവർ പരിശുദ്ധരായി. ഇല്ലാതെയാക്കി. ഞങ്ങൾ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ഏതെങ്കിലും CPM നേതാക്കളെ അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. ED-യെ കൊണ്ടുവന്നാൽ അന്വേഷണം നടക്കുന്ന ഒരു അന്വേഷണം നടന്ന കുറ്റക്കാരാണെങ്കിൽ പിടിച്ചകത്ത് 6-7 കൊല്ലായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ED-യും CBI-യും ഇന്ത്യൻ ടാക്സും ഒക്കെ കറങ്ങുന്നുണ്ടല്ലോ. ഇന്ന് അരുണിന്റെ ചാനൽ ഏറ്റവും വലിയൊരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. അറിയാലോ എങ്ങനെ ഉണ്ടായി? സോളാർ വിഷയത്തിലെ സെറ്റിൽമെന്റ് എന്തുകൊണ്ടുണ്ടായി? ഈ തരത്തിൽ നടക്കുന്ന അഴിമതിയും പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്താൽ എങ്ങനെ പുറത്താക്കാതിരിക്കുമെന്ന്. ഇത് ഇവരെങ്ങനെ പുറത്താവാതിരിക്കും? ആരാ സെറ്റിൽമെന്റ് എടുത്തത്? നിങ്ങളുടെ ചാനലല്ലേ പുറത്തുവിട്ടത്? അരുണിന്റെ തന്നെ ചാനലിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടറല്ലേ? നോക്കൂ, ആ പൗരത്വ നിയമ ഭേദഗതിയുടെ വിഷയവും CPM ഇവിടെ നടത്തിയ സോളാർ സമരവുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലും രണ്ടായി തന്നെ കാണണം. അവിടെ എന്റെ ചോദ്യം ഇതാണ്, ഇതെങ്ങനെയാണ് പൗരത്വ നിയമ ഭേദഗതിയിൽ മനുഷ്യത്വമുണ്ട് എന്ന് നിങ്ങൾ പറയുക? അതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. നിങ്ങളുടെ നിയമം മനുഷ്യത്വത്തിന്റെ പുറത്താണോ വർഗീയതയുടെ പുറത്താണോ? അതാ ഞാൻ ആവർത്തിച്ചത്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനയും നമ്മുടെ രാജ്യത്തെ നിലവിലെ നിയമങ്ങളും അനുസരിച്ച് മാത്രമേ ഒരാൾക്ക് ഒരു നിയമപരമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തുകൊണ്ടാണ് അരുൺ ചോദിച്ച ചോദ്യത്തിന് ഞാൻ തിരിച്ചു പറഞ്ഞത് അടിയന്തരാവസ്ഥയെ സംബന്ധിച്ച്? അടിയന്തരാവസ്ഥ ജനാധിപത്യ വിരുദ്ധമായിരുന്നത്. കോൺഗ്രസ്സുകാർ അടിയന്തരാവസ്ഥ കൊണ്ടുവന്നത് ജനാധിപത്യ വിരുദ്ധമായിരുന്നു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 360 ഉപയോഗിച്ചുകൊണ്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇന്ദിരാഗാന്ധി. അത് ഒരു കോടതിയും ചലഞ്ച് ചെയ്തില്ല. കോടതി എന്ത് ചെയ്തു? കോടതി അംഗീകരിച്ചു. പക്ഷെ അതുകൊണ്ടത് ജനാധിപത്യപരമല്ലല്ലോ. അല്ല, ഈ ആർഷോയുടെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള നമ്മളെല്ലാം ബഹുമാനിക്കുന്ന EMS-ന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജനാധിപത്യ വിരുദ്ധമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ചോദ്യം ഇതാണ്, അതായത് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിട്ടില്ല ഇന്നേ വരെ. ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്യില്ലേ? സ്റ്റേ ചെയ്തില്ലെങ്കിൽ സർക്കാരിന് നടപ്പിലാക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതി റദ്ദാക്കുന്ന എപ്പോഴാണ്? എത്ര വർഷത്തിന് ശേഷം? നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ EMS-ന്റെ സർക്കാരിനെ പിരിച്ചുവിട്ടത് അത് നിയമപരമായിരുന്നു. പക്ഷേ അത് നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാ? ജനാധിപത്യ വിരുദ്ധമെന്ന് താങ്കൾ പറഞ്ഞത്. ജനാധിപത്യ വിരുദ്ധമാണെങ്കിൽ നിയമപരമാണെങ്കിലും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് തന്നെ ഞങ്ങളും വാദിക്കുന്നത്. ഇവിടെ ഫാമേഴ്സ് ബില്ല് പാർലമെന്റിൽ പാസ്സാക്കിയില്ലേ? കർഷക നിയമം കൊണ്ടുവന്നില്ലേ? കർഷകർ സമരം ചെയ്തപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ പിൻവലിച്ചേ? ജനാധിപത്യ നമ്മുടെ രാജ്യത്തെ
നിയമം അനുസരിച്ച് ഇനി മാത്രമേ അടുത്തത് നടക്കൂ. മാഷെ, നിങ്ങളുടെ മനുഷ്യത്വത്തിൽ BJP-കാരന്റെയും സംഘപരിവാറിന്റെയും മനുഷ്യത്വത്തിൽ എന്തുകൊണ്ടാണ് മുസ്ലിം മതവിശ്വാസികൾ വരാത്തത്? ആര് നിങ്ങൾ പറഞ്ഞു ഇല്ലെന്ന്? ന്യൂനപക്ഷങ്ങളെ മാത്രമാണ് ആര് വേട്ടയാടുന്നത്. ആര് നിങ്ങളെ പറഞ്ഞു ഭിന്നിപ്പ് ഇല്ലെന്ന്? വിധിക്കുമ്പോ ഈ രാജ്യത്തെ ഭൂരിപക്ഷങ്ങൾക്കിടയിൽ നിങ്ങൾ വലിയ ദുഷ്ടലാക്കി രീതിയിലുള്ള രാജ്യത്തെ- അസന്തുഷ്ടി സൃഷ്ടിക്കുകയാണ്. നിങ്ങളുടെ ദുഷ്ടലാക്ക് ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആദ്യം അവരെ തെറ്റിദ്ധരിപ്പിച്ച് സമരരംഗത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു. എന്തുകൊണ്ടാണ് അതിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് വന്ന സമയത്ത് സമരമില്ലാത്ത എന്താ പ്രധാനപ്പെട്ട കാരണം? കോടതി അത് അംഗീകരിച്ചില്ല. അത് ഭരണഘടനാപരമാണെന്ന് കണ്ടു. ഓക്കെ, കോടതി അംഗീകരിച്ചില്ല എന്നതാണ് പ്രസക്തമായ ചോദ്യം. പെരുമ്പാവൂരിൽ നിന്നും തത്സമയം എന്റെ ചോര തിളയ്ക്കുന്നു. പൗരത്വ നിയമ ഭേദഗതി പ്രധാനമന്ത്രിയുടെ വെല്ലുവിളി ആരോട്? സ്വന്തം ജീവൻ ചിന്തയും സ്വാതന്ത്ര്യം നേടിയെടുത്തവരുടെ കൂട്ടത്തിൽ ഹിന്ദുവും മുസൽമാനും പാഴ്സിയും ബുദ്ധനും ജൈനനും ഉണ്ടായിരിക്കെ അഭയാർത്ഥികളുടെ കാര്യത്തിൽ മതം തിരിച്ച് പൗരത്വം നൽകുന്നത് ശരിയോ എന്നാണ് എന്റെ ചോര തിളയ്ക്കുന്നു ചോദിക്കുന്നത്. പെരുമ്പാവൂരിൽ നിന്നും തത്സമയം ചർച്ച തുടരുന്നു. എന്താണ് അഭിപ്രായം? ഈ നിയമത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഈ ചോദ്യത്തിനുപരിയായിട്ട് നിങ്ങളുടെ ഒരു വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ BJP-യുടെ പ്രതിനിധി അദ്ദേഹത്തിന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വിവരം പോലും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മതവിഭാഗം ഈ നിയമത്തിന് വെളിയിലാണ് എന്ന് രാജ്യം മൊത്തം മനസ്സിലാക്കിയ കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തിന് മാത്രം അത് മനസ്സിലാക്കി. ഇത് BJP പൊതുവെ എടുത്തൊരു നിലപാടാണ്. അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് അദ്ദേഹം പറയുന്നത് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടില്ല, അതുകൊണ്ട് നടപ്പിലാക്കുന്നുവെന്നാണ്. ഞാൻ പറഞ്ഞത് പ്രാഥമികമായ വിവരമുണ്ടല്ലോ, ഈ ഒരു മതവിഭാഗം അതിൽ നിന്ന് ഒഴിവാണ് എന്നുള്ള പ്രാഥമിക വിവരം അത് അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം മറച്ചു വയ്ക്കുന്നതാണത്. അത് മറച്ചു വയ്ക്കുന്നതാണോ അഡ്വക്കേറ്റ് പി. കൃഷ്ണദാസ്? അല്ല, അത് മറച്ചു വെക്കുന്നതല്ല. അദ്ദേഹത്തിന് ഇതിനെ കുറിച്ച് മനസ്സിലാവാത്തതുകൊണ്ടാണ്. നമ്മുടെ രാജ്യത്ത് നിയമം കൊണ്ടുവന്നപ്പോൾ 3 രാജ്യങ്ങളിൽ 6 വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ 6 മതവിഭാഗങ്ങളിൽ 6 വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകൾ മതം എന്നതുകൊണ്ട് എന്തുകൊണ്ട് താങ്കൾ പറയുന്നില്ല? അല്ല, അങ്ങനെ ആ നിയമത്തിലില്ല. ക്രിസ്ത്യൻ ആരാ? അങ്ങനെ നിയമത്തിലില്ല. ആ നിയമത്തിൽ അങ്ങനെ ഇല്ല. ക്രിസ്ത്യൻ ആ നിയമത്തിൽ അങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു. 6 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ. ഹിന്ദുവല്ലേ? അങ്ങനെയല്ല, ഹിന്ദുവല്ലേ? അങ്ങനെയല്ല. 4 ക്രിസ്ത്യാനിയല്ലേ? വിഭാഗത്തിൽ. അതാ ഞാൻ പറഞ്ഞത്. ക്രിസ്ത്യാനിയല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ബുദ്ധനല്ലേ? അതാ ഞാൻ പറഞ്ഞത്. പാഴ്സിയല്ലേ? അതാ ഞാൻ അത് തൊഴിലാളി വർഗ്ഗമല്ലല്ലോ? പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞത്. ഏതാണ് ആ 6 വിഭാഗങ്ങൾ? വിഭാഗം ഏതാണ്? അതാണ് ചോദിക്കുന്നത്. 6 വിഭാഗം ഏതാണെന്നാണ് ചിറ്റോയും ചോദിക്കുന്നത്. അതൊക്കെ നിയമത്തിൽ കുറഞ്ഞ പക്ഷം ആരൊക്കെ ഉണ്ടെന്നെങ്കിലും പറയും. ആ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ അവർ റിലീജിയസ് പെർസിക്യൂഷൻ എൻ്റെ ഭാഗമായി വരുന്ന ആളുകളെന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ എടുത്തു പറഞ്ഞു? ഇപ്പോൾ രോഹിംഗ്യൻസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ശ്രീ ജിൻഡോ പറഞ്ഞു, 10 വർഷക്കാലം ഈ ഇവരുടെ ഗവൺമെന്റ് UPA ഗവൺമെന്റ് ഞങ്ങൾക്ക് തൊട്ടു മുമ്പേ ഭരിച്ചല്ലോ. ആർക്കെങ്കിലും പൗരത്വം കൊടുത്തോ? ആർക്കെങ്കിലും പൗരത്വം കൊടുത്തോ? അതാണ് ചോദ്യം. എന്തുകൊണ്ട് ഏതെങ്കിലും മുസ്ലിംസിന് പൗരത്വം കൊടുത്തോ? അവിടെ നിന്നുള്ള ആൾക്കാർക്ക് ഞങ്ങൾക്ക് തൊട്ടു മുമ്പ് അവരായിരുന്നല്ലോ. വർഷക്കാലം ഭരിച്ചിട്ടും ഈ രാജ്യത്ത് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വത്തെ കുറിച്ച് പാകിസ്ഥാനിൽ നിന്ന് ബംഗ്ലാദേശിൽ നിന്ന് മ്യാൻമാറിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്നെല്ലാം വന്നിട്ട് 11 ലക്ഷത്തോളം രോഹിംഗ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത്. 11 ലക്ഷത്തോളം. കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2-ൽ വളരെ കൃത്യമായി സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് നാച്ചുറലൈസേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കോൺഗ്രസ് കൊടുത്താലും ഇല്ലെങ്കിലും ഈ രാജ്യത്ത് 11 വർഷം അഭയാർത്ഥിയായിരിക്കുന്ന ഒരാൾക്ക് ഡോക്യുമെന്റ് ഹാജരാക്കി പൗരത്വത്തിന് അപേക്ഷിച്ചാൽ കിട്ടും. അതിന് കോൺഗ്രസിന്റെ BJP-യുടെ CPM-ന്റെ കിട്ടുക വേണ്ട. പക്ഷേ നിങ്ങൾ അതിനെ അട്ടിമറിച്ചു. 5 വർഷമാക്കി ചുരുക്കി. അതിൽ നിന്ന് മുസ്ലിമിനെ പുറത്തേക്ക് രോഹിംഗ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത് BJP ഭരണകാലത്തല്ലല്ലോ. രോഹിംഗ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത് BJP ഭരണകാലത്തല്ല. രോഹിംഗ്യൻസ് ഇന്ത്യയിലേക്ക് വന്നത് UPA ഭരണകാലത്തും അതിന് മുൻപുള്ള കാലഘട്ടത്തിലുമാണ്. ചോദിച്ച ചോദ്യമുണ്ടല്ലോ, BJP-യുടെ അഭിപ്രായം എന്താ? റോഹിംഗ്യൻ മുസ്ലിംസിന് പൗരത്വം കൊടുക്കണമെന്നാണോ വേണ്ടെന്നാണോ? സെയിം അഭിപ്രായമാണ്. ഏതഭിപ്രായം? പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. ബംഗാളിലെ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ഇവരുടെ സർക്കാർ എങ്ങനെയാ പുറത്തു പോയത്? ഇവരുടെ സർക്കാർ മ്യാൻമാറിൽ നിന്ന് വന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ പൗരത്വം കൊടുക്കണമോ വേണ്ടോ? പൗരത്വം കൊടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംവിധാനത്തിൽ, നിയമ സംവിധാനത്തിൽ, അത് പൗരത്വ നിയമത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്ന കാര്യത്തിലാണെങ്കിൽ ആർഷയുടെ സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ് സാർ. നിങ്ങളിപ്പോ മ്യാൻമാറിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ആർഷ ചോദിച്ചത്. റോഹിംഗ്യൻ മുസ്ലിംസിന് പൗരത്വം CAA-യുടെ ഭാഗമായി കൊടുക്കണമോ വേണ്ടയോ? സിമ്പിൾ. കൊടുക്കണ്ട എന്നുള്ളതാണല്ലോ രാജ്യത്തെ പാർലമെന്റ് പാസാക്കിയ നിയമം. അതിന്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? റോഹിംഗ്യൻ മുസ്ലിംസ് അവിടെ നിൽക്കട്ടെ. ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴിൽ നിന്ന് വരുന്ന
ഒരു വിഭാഗത്തിൽ സെക്സിന് കൊടുക്കാത്ത എന്തുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്. എന്റെ സുഹൃത്ത്, ബഹുമാനപ്പെട്ട സുഹൃത്ത് ചോദിച്ചപ്പോ അദ്ദേഹം അതും കൂടി വിട്ടുപോയി. അത് ഒരു രാജ്യത്തെ സംബന്ധിച്ച്, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ സംബന്ധിച്ച് എന്നുള്ള കണക്കിന്റെ അടിസ്ഥാനത്തിലല്ലോ. മതം എങ്ങനെയാണ് സാർ ആ ചോദ്യത്തിലേക്ക് വീണ്ടും താങ്കൾ എന്തിനാണ് ശ്രീലങ്ക ഒഴിവാക്കിയത്? എന്തിനാണ് മ്യാൻമാർ ഒഴിവാക്കിയത്? എന്തിനാണ് ഇന്ത്യയുടെ അതിർത്തി പങ്കിടാത്ത അഫ്ഗാനിസ്ഥാനെ ചേർത്തത്? ഇന്ത്യയുടെ ചരിത്രവുമായി, ഇന്ത്യയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രവുമായി രാഹുൽ ഗാന്ധി ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നാണല്ലോ ആരോപണം. ഈ ജിൻഡോന്റെ നേതാവ് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും അടുപ്പുകല്ല് പോലെ ഇരുന്ന് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ 3 ചെയറിൽ ഇരുന്ന് ഭരണം നടത്തിയിരുന്ന കാലഘട്ടത്തിൽ വർഗീയതയല്ല, ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനുഷ്യത്വപരമായ അവകാശങ്ങളാണ്. അവിടെ അവർക്ക് ഭക്ഷ്യസുരക്ഷാ ബില്ല് കൊണ്ടുവന്നു, അവർക്ക് പൗരത്വത്തിന് പകരം വിവരാവകാശം കൊണ്ടുവന്നു, വിദ്യാഭ്യാസം കൊടുക്കാൻ സ്കൂളുകൾ കൊണ്ടുവന്നു, പൗരാവകാശമാക്കി. അരുണിന്റെ ആങ്കർ എന്ന നിലക്ക് അങ്ങയുടെ അഭിപ്രായത്തെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷെ അതേസമയം അങ്ങ് തെറ്റിദ്ധാരണജനകമായി എന്താണ് സാർ തെറ്റിദ്ധാരണ? കൊടുത്തോന്ന് ചോദിച്ചത്. ഈ കോൺഗ്രസിന്റെ ഭരണ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. ഇതേ കോൺഗ്രസിന്റെ കാലത്തല്ലേ 1955 പൗരത്വ നിയമം കൊണ്ടുവന്നത്? പൗരത്വ നിയമം കൊണ്ടുവന്നത് ഇതേ ജിൻഡോയുടെ പാർട്ടി, ഇതേ ജവഹർലാൽ നെഹ്റു കേന്ദ്രത്തിൽ ഭരിക്കുമ്പോഴല്ലേ പൗരത്വ നിയമം കൊണ്ടുവന്നത്? 1955 അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് ദാസ്യപ്പണി ചെയ്യാൻ പോയ ചില ആളുകൾ ഈ കാര്യത്തെ കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിട്ടില്ല. അന്ന് ജവഹർലാൽ നെഹ്റു പൗരത്വം കൊടുക്കുമ്പോ ഞങ്ങളുടെ ഗവൺമെന്റ് കൊണ്ടുവന്നതിനെ കുറിച്ച് മാത്രമല്ല ഞാൻ തിരിച്ചു വെക്കുന്ന കോൺഗ്രസ് കൊണ്ടുവരാൻ ഞാൻ എന്താണ് ചോദിക്കുന്നത്? കോൺഗ്രസ് ആണ് നയമില്ലെന്നേ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. 55 ശേഷം 6 പ്രാവശ്യത്തോളം പൗരത്വവുമായി ബന്ധപ്പെട്ട അമെന്റ്മെന്റുകൾ ഉണ്ടായി. ഈ 70 വർഷക്കാലം ഒരു പൗരനും ഈ രാജ്യത്ത് നിന്ന് വെളിയിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ചർച്ച നടന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ചോദിച്ചു ഏത് മതവിഭാഗമാണ് അതിൽ നിന്നും ഒഴിവായിട്ടുള്ളത്, അത് താങ്കൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് സർ നോക്കൂ, ഇതിൽ BJPക്ക് ശബ്ദമില്ലാതാവുന്നത് ഇത് അങ്ങ് പഠിക്കാതെ വന്നത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതേയില്ല. BJP ഇതിൽ ഡിഫൻസിലാണ്, പ്രതിരോധത്തിലാണ്. ഇന്ത്യയുടെ ഒരു ചർച്ചയ്ക്ക് പോലും പ്രധാനമന്ത്രി തയ്യാറാവാത്ത കാലഘട്ടത്തിലാണ് പ്രധാനമന്ത്രി അസം കെട്ടിപ്പോൾ വെല്ലുവിളിക്കുക. ആരുണ്ടടാ എന്നെ വെല്ലുവിളിക്കാൻ? കീലേറി അച്ചുവിനെ പോലെ ആകരുത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി. ഒറ്റ കാര്യമുള്ളൂ പറയാൻ. ഇവിടെ വന്ന് ചർച്ച ചെയ്യണം സാർ. ചുരുങ്ങിയ പക്ഷം രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചല്ലോ, ആ രാഹുൽ ഗാന്ധിയോട് ഒരു സംവാദത്തിനെങ്കിലും മിനിമം ഇന്ത്യൻ പ്രധാനമന്ത്രി തയ്യാറാവണം. ആ തയ്യാറാകുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം അങ്ങ് ഇപ്പോൾ നിശബ്ദനായതുപോലെ നിശബ്ദനാക്കേണ്ടി വരും. ഞാൻ നിശബ്ദനായത് അങ്ങൊരു ഉദാഹരണം പറഞ്ഞതുകൊണ്ട് അങ്ങേക്ക് പറയാവുന്നതാണോ എന്ന് അങ്ങ് തിരിച്ച് ചിന്തിക്കേണ്ടതാണ്. അങ്ങ് എനിക്കെതിരെ പറഞ്ഞ ഉദാഹരണം അങ്ങേക്ക് പറയാൻ പറ്റുന്നതാണോ എന്നുള്ളത് അങ്ങ് ആലോചിക്കണം. ഞങ്ങൾക്ക് ഒരു ശബ്ദവും നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ ശബ്ദം ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് ഈ നിയമം നടപ്പായതും ഞങ്ങളുടെ ശബ്ദം ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാണ് സുപ്രീം കോടതി ആ നിയമത്തെ അംഗീകരിച്ചത്. ഇപ്പൊ കഴിഞ്ഞ 5 വർഷമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരം പറയാത്ത 2 ചോദ്യമുണ്ട്. ഒന്ന്, ഈ 3 രാജ്യങ്ങൾ എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഈ 3 രാജ്യങ്ങളെ നിശ്ചയിച്ചത് എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് എന്ന ചോദ്യത്തിന് നരേന്ദ്രമോദി 5 കൊല്ലമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, 6 മതവിഭാഗങ്ങൾ, ഹൈന്ദവ മതവിഭാഗം, ക്രൈസ്തവ മതവിഭാഗം, ജൈനര്, ബുദ്ധര്, പാഴ്സികള്, സിഖുകാർ, ഈ 6 മതവിഭാഗം എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് എന്ന ചോദ്യത്തിന് 5 കൊല്ലമായിട്ട് സ്വാഭാവികമാണ്. പ്രതികരിക്കുന്ന സമൂഹത്തിന് മുന്നിലാണ് ഈ ചോദ്യങ്ങളുമായി നമ്മൾ എത്തുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. വീണ്ടും എത്തും. അനീതികൾക്കെതിരെ തെറ്റിന് വിരൽ ചൂണ്ടുന്നവർക്കൊപ്പം നിന്നുകൊണ്ട് ചോദ്യങ്ങളുമായി എന്റെ ചോര തുളയ്ക്കുന്നു. നാളെ വീണ്ടും വൈകുന്നേരം പ്രേക്ഷകർക്കൊപ്പം ചേരുക. ഐമനത്ത് നിന്നായിരിക്കും ഒരു പ്രാദേശിക വിഷയം പ്രേക്ഷകർ അറിയിക്കാനുണ്ട്. നാളെ വൈകുന്നേരം 7 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്, ശുഭരാത്രി.